ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്കൽ ഗുഹ പരിചയപ്പെടുത്താനും അവിടുത്തെ കാഴ്ചകളും മറ്റ് ചരിത്രങ്ങളും അറിയിക്കാനും വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ആദ്യകാലത്തെ മനുഷ്യന്മാരോട് താമസിക്കും. ഒരേകാലത്ത് വരച്ച ഗുഹാചിത്രങ്ങളാണ് ഇതിന് പ്രത്യേകത. ഈ സ്ഥലം കണ്ടുപിടിക്കുന്ന 1890 മലബാറിൻ്റെ SP ആയിരുന്ന ഫെഡറിക് ഫോസറ്റ് എന്ന ബ്രിട്ടീഷുകാരൻ. നമ്മൾ നിൽക്കുന്നത് 4000 അടിയാണ് ഹൈറ്റ്. ആ കാലത്ത് എഴുത്തുകളൊന്നും ഇല്ലാത്ത കാലത്ത് വരച്ച ചിത്രങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോത്ര രാജാവ് കൈകൾ കൊണ്ട് പിടിച്ച് ഒരു തലപ്പാവ് രാജാവിൻ്റെ ചിത്രം. മോളെ അകത്ത് കയറണം. ഇത് അതിലെ ഫ്രണ്ട് രൂപവും അതൊരു ബാക്ക് സൈഡ് പുറന്നിരിക്കുന്ന ഭാഗമാണ്. എൻ്റെ മുകളിൽ നമുക്ക് സ്ത്രീ രൂപം, സ്ഥലൊരു കുട്ടി. അവിടെ ചക്രം പോലെ ഉണ്ടോ? ചക്രം എന്നാണ് ആ കാലത്ത് സൂര്യനെ കാലത്ത് ആരാധിച്ചിരുന്നു. അതിൻ്റെ മുകളിലൊരു പീക്കോക്കിൻ്റെ ചിത്രം. ഇനി ഒരു ഫേസാണ്. അതിൻ്റെ അപ്പുറത്ത് ആനേൻ്റെ ചിത്രം, അതിൻ്റെ അപ്പുറത്ത് വേറെ സ്ത്രീ. അങ്ങനെ മനുഷ്യ മൃഗരൂപങ്ങളായിട്ട് ഒട്ടനവധി ചിത്രങ്ങളും അതിനുശേഷം അത് 2 എഴുത്ത് ഭാഷകളുണ്ട്. ഒന്ന് തമിഴ് ബ്രഹ്മിയും മറ്റേ പ്രാകൃത സംസ്കൃതം. 2000 വർഷം പാട്ടാണ്. മുകളിലത്തെ തമിഴ് ബ്രഹ്മിയാണ്. അതിൻ്റെ അർത്ഥം പലപുലി തത്തക്കാരി വേടുങ്ക മലയെ കച്ചവന് നന്ദ ചാത്തി എന്ന് വെച്ചാൽ അനേകം പുലിയെ കൊന്നൊരു രാജാവ് ആ കാലത്ത് മലയിൽ ജയിച്ചിരുന്നു എന്ന് അർത്ഥമാണ്. രണ്ടാമത് എഴുതിയിരിക്കുന്ന പ്രാകൃതമാണ്. അതിൻ്റെ അർത്ഥം ശ്രീ വിഷ്ണുവർമ്മനാനാഹ കുടുംബീയ അല്ല കുലവൃത്തനസ്ഥ ലിഖിത എന്ന് വെച്ചാൽ കുടുംബീയ ഗോത്രത്തിൻ്റെ അവകാശിയായ വിഷ്ണുവർമ്മനാണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ വ്യത്യസ്ത കാലഘട്ടത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പായിട്ടോട് ജീവിച്ചിരുന്നു. അതൊരു ഗുഹയായിട്ടുള്ള കണ്ടുന്ന ഒരു ഷെൽട്ടർ മതി അനിമൽസൊക്കെ രക്ഷ നേടാൻ വേണ്ടി ഒരു സുരക്ഷിതമായ വാസസ്ഥലം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ മലമുകളിൽ കയറി അന്നത്തെ ജനങ്ങൾ താമസിച്ചിരുന്ന് കഴിഞ്ഞു. ഇതാണ് എടക്കൽ ഗുഹയുടെ ചരിത്രം. 6000 തൊട്ട് നേടി ആദ്യ കാലഘട്ടം വരെ മനുഷ്യന്മാരോട് താമസിച്ചു.
വയനാട്ടിലെ മനോഹരമായ ഈ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.